നമസ്കാരം, ജന്മഭൂമിയിലേക്ക് സ്വാഗതം. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ആദ്യ ബല സൂചകങ്ങളിൽ തന്നെ എൻഡിഎക്ക് വൻ മുന്നേറ്റമാണ് കാണിക്കുന്നത്. 200ഓളം സീറ്റുകളുടെ മുന്നേറ്റമാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ വെച്ച് പറയാൻ സാധിക്കുന്നത്. 12 മണിയോടെ ജനവിധിയുടെ ഏകദേശം ഒരു ചിത്രം വ്യക്തമാകുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. വോട്ടെണ്ണലിന് മുന്നോടിയായി അതീവ ജാഗ്രതയാണ് തലസ്ഥാനത്ത് ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഡൽഹിയിൽ പാർട്ടി ആസ്ഥാനത്തേക്ക് മുന്നിൽ വൻ ബാരിക്കേഡ് വിന്യസിപ്പിച്ചിട്ടുണ്ട്. തപാൽ വോട്ടുകളാണ് ആദ്യം എണ്ണി തുടങ്ങിയത്. ആദ്യ 10 മിനിറ്റിനുള്ളിൽ തന്നെ എൻഡിഎയുടെ ലീഡ് നില 200 സീറ്റുകളിൽ എത്തിയിരിക്കുകയാണ്. ഇന്ത്യ സഖ്യം 40 സീറ്റുകളിൽ മാത്രമാണ് മുന്നിൽ നിൽക്കുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ ആരംഭിക്കുന്നതിന് മുന്നേ വിജയം നേടിയ ഒരു മണ്ഡലം കൂടെയുണ്ട് ബിജെപിക്ക്. വിജയപട്ടികയിൽ ബിജെപി ആദ്യം ചേർത്ത് വെച്ചിരിക്കുന്ന ആദ്യ മണ്ഡലം സൂറത്താണ്. അതും വളരെയധികം ശ്രദ്ധേയമായ ഒരു കാര്യം തന്നെയാണ്. പോസ്റ്റൽ വോട്ടുകൾ എണ്ണി തുടങ്ങിയപ്പോൾ തന്നെ മുന്നേറ്റം പ്രകടമാക്കിയിരിക്കുകയാണ് തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയായ രാജീവ് ചന്ദ്രശേഖർ. 95 വോട്ടിന്റെ ലീഡാണ് നിലവിൽ അദ്ദേഹത്തിന് ഇപ്പോഴുള്ളത്. പോസ്റ്റൽ വോട്ട് എണ്ണി തുടങ്ങിയപ്പോൾ ശശി തരൂർ മുന്നേറിയെങ്കിലും പെട്ടെന്ന് താഴേക്ക് പോവുകയായിരുന്നു. വിജയപ്രതീക്ഷയിലാണ് താനെന്ന് രാജീവ് ചന്ദ്രശേഖർ കഴിഞ്ഞ ദിവസം തന്നെ പ്രകടിപ്പിച്ചിരുന്നു. തിരുവനന്തപുരത്തെ എല്ലാ വോട്ടർമാർക്കും എൻഡിഎക്കും ഞാൻ നന്ദി അറിയിക്കുന്നുവെന്നും അദ്ദേഹം എക്സിൽ കുറിച്ചിരുന്നു. കൂടാതെ കഴിഞ്ഞ 51 ദിവസത്തെ ക്യാമ്പയിനിടെ നിങ്ങളുടെ ഊഷ്മളതയ്ക്കും സ്നേഹത്തിനും പിന്തുണയ്ക്കുമായി നിരവധി പ്രവർത്തകർ എന്നോടൊപ്പം ഉണ്ടായിരുന്നു. നിങ്ങൾ എന്നിൽ കാണിച്ച വിശ്വാസവും നമ്മുടെ തലസ്ഥാനത്തെ കുറിച്ചുള്ള എന്റെ കാഴ്ചപ്പാടും നമുക്ക് എല്ലാവർക്കും അഭിമാനിക്കാവുന്ന ഒരു തിരുവനന്തപുരം കെട്ടിപ്പടുക്കുമെന്നും അത് വരും തലമുറയിലെ യുവജനങ്ങൾക്ക് നമ്മുടെ പൈതൃകമാകുമെന്നും എനിക്ക് ആത്മവിശ്വാസം നൽകുന്നുണ്ട് എന്നും അദ്ദേഹം പറഞ്ഞു. അതേപോലെ ഇപ്പോൾ കിട്ടിയ വാർത്ത പ്രകാരം വോട്ടെണ്ണൽ ആരംഭിച്ച അരമണിക്കൂറിന് ശേഷം കേവല ഭൂരിപക്ഷം കടന്നിരിക്കുകയാണ് ബിജെപി. വരും മണിക്കൂറുകളിൽ ബാക്കി വിധി എന്താണെന്നുള്ളത് നമുക്കറിയാം.